ഈ ഒരു വീഡിയോ എനിക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് അറിയാനുള്ള ഒരു ചാൻസും കൂടിയാണല്ലോ. ഞങ്ങൾക്ക് മനസ്സിലായ പോലെ നിങ്ങൾക്കും കുറച്ചൊക്കെ ഞങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. കുടുംബസ്നേഹം. ഞാനെന്ന വ്യക്തിയെ കണ്ണേട്ട ആ കാര്യം ചെയ്യുമ്പോൾ ഞാൻ കണ്ണേട്ടനോട് ദേഷ്യപ്പെടാറുണ്ട്. കണ്ണേട്ടൻ വായ കടിക്കാത്ത എല്ലാം കണ്ണേട്ടന് ഇഷ്ടമാണ്. കാരണം ഞാൻ എഴുതിയില്ല ക്വസ്റ്റ്യൻ. ഒരു സ്റ്റോറി ഇത്രയും കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല? കണ്ണേട്ടത് നോക്കി ഞാനെന്താ നോക്കണം, എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. എനിക്കൊരു സിമ്പിൾ ചോദ്യം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല. പേടിയുണ്ടോ? എന്തിനാ പേടി? ഇത്ര നേരം ഇല്ല, അത് പേടി എന്തെങ്കിലും ലാസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം വീടിൻ്റെ മുകളിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ചൂട് പോകണുള്ളൂ, ഒത്തിരി ചൂടുണ്ട് പോകണുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ണേട്ടൻ കണ്ടെത്തിയിട്ട് കാരണം ഇവള് ഞാൻ പറഞ്ഞു കൊടുക്കാം. കാരണം ഇവളിക്ക് കുറേ നാളായി ചലഞ്ചുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പേരുടെ മേക്കപ്പ് ചലഞ്ച്, കൺമഷീടല്, അങ്ങനത്തെ ചലഞ്ചുകളൊക്കെ പറഞ്ഞു കുറേ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് നമുക്ക് പറ്റിയൊരു ചലഞ്ച് നമ്മൾ പറയണമല്ലോ. അത് ചലഞ്ച് അല്ല, ഒരു ഗെയിം. അയ്യോ എൻ്റെ പേപ്പർ പോയി. പേപ്പറായിട്ടാണ് കളി. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് പേപ്പറായിട്ടാണ് കളി. വെള്ളക്കടലാസം കൊണ്ടാണ് കളി. അപ്പോൾ ചലഞ്ചല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു ഗെയിം. ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ, ഗെയിമിൻ്റെ ആയിക്കോട്ടെ ചലഞ്ച് ആയിക്കോട്ടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു ചെറിയൊരു ടെൻഷനുള്ള പോലെ. കാരണം അത് എന്താ പറയാ, എല്ലാം അറിയണ ആൾക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. എനിക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ, കാരണം എനിക്കെല്ലാം അറിയാം നിന്നെ പറ്റിയിട്ട്. അപ്പോൾ നിന്നെ പറ്റിയിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പൊന്നൂൻ്റെ കാര്യങ്ങൾ പൊന്നൊരു വെള്ള പേപ്പറിൽ ഒരു 10 ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവളെ കുറിച്ചിട്ട് ഞാൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഗെയിം. അതുപോലെ തിരിച്ചു. ഒരു മിനിറ്റ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ 5th വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ ആണ്. കല്യാണത്തിന് മുന്നേ ഒരു 4 വർഷം, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം. ആ ഒരു കാലയളവിൽ ഞങ്ങളെ തന്നെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയണം ഈ വീഡിയോയിൽ. ഞാൻ എന്നെ പറ്റിയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, കണ്ണേട്ടനെ പറ്റിയിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ. അപ്പോൾ ആ ഉത്തരം കണ്ണേട്ടൻ എഴുതിയ ഉത്തരം ഞാൻ പറയണം, ഞാൻ എഴുതിയ ഉത്തരം അത് വായിക്കുമ്പോൾ മനസ്സിലായിക്കോ. നീ ഇങ്ങനെ പറഞ്ഞതിനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പൊന്നി എഴുതി വെച്ച ചോദ്യങ്ങൾ ആദ്യം എടുക്കാൻ പോകും. ആദ്യം ഞാനാണ്. ആദ്യം നീ എഴുതിയെടുക്കുക ആദ്യം. അപ്പോൾ ഞാൻ ബുക്കിലാണ് എഴുതിയത്. ഞാൻ ഈ ബുക്കിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. കണ്ണേട്ടന് ഞാൻ അതിനൊരു പേജ് കൊടുത്തിട്ട് കണ്ണേട്ടൻ എഴുതിയത് ഒന്ന് പൊക്ക് കണ്ണേട്ടാ. ഇത് കണ്ണേട്ടൻ്റെയാണ്. പക്ഷേ ഇത് ഫൗള് നോക്കല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഈ ഒരു വീഡിയോ എനിക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മളെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് അറിയാനുള്ള ഒരു ചാൻസും കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ ഈ ചലഞ്ചായിട്ട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഈ ചലഞ്ച് ഒരു ഗെയിം. അതൊരു നല്ലൊരു വീഡിയോ. നിങ്ങൾ വന്നപ്പോൾ അതൊരു ടെൻഷനും എന്താ സാധനത്തിലൊരു എന്താ പറയുക, എന്താ എടുക്കുക. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം ഷെയർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. പക്ഷേ ഇങ്ങനത്തെ കിട്ടുമൊക്കെ അറിയില്ല. അങ്ങോട്ടും പറഞ്ഞിട്ട് ചോദ്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് നിന്നിട്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയണത്. ശരി, നോക്ക് വലിച്ചു കിട്ടണ്ട നോക്ക്. ശരി, അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ എടുക്കട്ടെ. നീ തന്നെ വായിക്കണം കേട്ടോ. ഞാൻ തന്നെ വായിക്കാം. നിങ്ങൾ ലേറ്റ് എത്തണം നോക്കി. ഞാൻ ഉത്തരം നോക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ ചോദ്യം തന്നെ ഇത്തിരി എളുപ്പമാക്കിയിട്ടാണ് ഞാൻ കണ്ണേട്ടിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കണ്ണേട്ടിന് എളുപ്പമുള്ളതായിരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ തമ്മിലുള്ള ഫോണുകളിൽ ലോക്ക് ഞങ്ങളുടെ സെയിം ലോക്കാണ്. കണ്ണേട്ടൻ എൻ്റെ ഫോണും യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. കണ്ണേട്ടൻ എൻ്റെ ഫോണിലും യൂസ് ചെയ്യാറുണ്ട്, ഞാൻ കണ്ണേട്ടൻ്റെ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ ഒപ്പം പഠിച്ച ഒരു 3 ഫ്രണ്ട്സിൻ്റെ പേര്. അതിപ്പോൾ ഞാൻ 10th വരെ, അത് കഴിഞ്ഞ് +1 +2 ഗ്രാഫിക് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള നോക്കണെന്തെങ്കിലും ഒരു 3 ഫ്രണ്ട്സുകളുടെ പേര്. അപ്പോൾ 3 ഫ്രണ്ട്സുകളുടെ പേര് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് കൂടാണ്ടുള്ള ഫ്രണ്ട്സുകളുടെ പേരാണ് കണ്ടിട്ട് പറയുന്നത്. അല്ല, ഏത് പറഞ്ഞല്ലോ, എനിക്കറിയുന്ന ഫ്രണ്ട്സുകളാണെങ്കിൽ തോന്നിയ പേര് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മൈക്ക കണ്ണേട്ടിന് കൊടുക്കുന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ലോക്ക് ഞങ്ങളുടെ രണ്ടാളും ഒരേ ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ വാട്സപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട് കേട്ടോ. ഒരു മെസ്സേജ് വരുന്നൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും സെയിം ലോക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാറുണ്ട്. അപ്പോൾ
ഞാൻ കണ്ടൊരു ഓർമ്മയിൽ വെച്ച് ഞാൻ പറയാം. കാരണം നീ പ്രത്യേകിച്ച് +2 ഇട്ട് വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ +2 ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഷിജി +2 ഇട്ട് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്ന് ശ്രുതിനെ വാട്സപ്പിൽ അധികം കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് നമ്മൾ കുന്നംകുളത്തിൽ കണ്ട ഓർമ്മയുണ്ട് പണ്ട് കല്യാണത്തിന് മുന്നേ ശ്രുതി. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ വാട്സപ്പിൽ കണ്ടത്, ഒരാളും കൂടി ഉണ്ട്. 3 അനഘ. പക്ഷെ ഞാൻ എഴുതിയിട്ടുള്ളത് വേറെയാണ്. 3 വേറെ 3 ഷിജിയുടെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുല്യ, ആദിത്യ, അവർ 2 പേരെയാണ് എഴുതിയത്. പക്ഷെ കണ്ണേട്ടൻ പറഞ്ഞതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള 3 പേരുടെ അല്ല അപ്പൊ ഞാനത് റേറ്റ് ഇടട്ടെ കേട്ടോ. റേറ്റ് ഒന്നും വേണ്ട, നാളേക്ക് മനസ്സിലാവുള്ളൂ കണ്ണേട്ടൻ എത്ര പോയിന്റ് കിട്ടിയെന്ന്. നോക്കരുത് കേട്ടോ. ഒരു പോയിന്റ്. ഇനി അടുത്ത ചോദ്യമാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ കണ്ടിട്ട് വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ കണ്ണേട്ടൻ എന്തോ പറയാനുള്ളത്? സന്തോഷം. അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യമാണ് കേട്ടോ ചോദിക്കണത്. ഇനിയില്ലേ ട്രിപ്പ് പോവാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇനി ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അപ്പൊ ഞാൻ മൈക്ക് കണ്ണേട്ടന് കൊടുക്കുകയാണ്. ഇനി ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം, അതെനിക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം, അത് എനിക്കൊരു സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, മാറ്റി എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം ഇതെനിക്ക് അറിയണതാണ്. കാരണം ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആദ്യം പോവാന്ന് വിചാരിച്ചത് ചാലക്കുടിയുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ. സ്നോ പാർക്കിലേക്കാണ് ആദ്യം പോകാമെന്ന് വെച്ചത്. അപ്പോൾ അവിടേക്ക് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റിയിട്ടോ. കാണണ്ടാവും, എനിക്ക് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകാമെന്ന് വെച്ചാൽ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടെ അടുത്തേക്ക് ആക്കിയത്. കാരണം ചാലക്കുടിയൊക്കെ പോയി വരുമ്പോഴേക്കും നല്ല വഴുകും. പിന്നെ എനിക്ക് പിറ്റേ ദിവസം എനിക്ക് വർക്കുണ്ട്, ഞാൻ നോക്കൂട്ടോ. പിറ്റേ ദിവസം എനിക്ക് വർക്കുണ്ട്, അപ്പോൾ എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ക്യാൻസൽ ചെയ്തിട്ടാണ് പാലക്കാടിലേക്ക് ആക്കിയത്. കാരണം പാലക്കാട് മലമ്പുഴയും ഫാൻറ്റസി പാർക്ക് ആക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടിട്ട് പിന്നെ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് അത് കണ്ടാലും മതി. അപ്പോൾ സ്നോ പാർക്ക്, പിന്നെ വേറൊരു എന്തൊരു പേരുണ്ടല്ലോ. പക്ഷേ ഉത്തരം പറഞ്ഞത് കറക്റ്റാണ്. ഇത്ര എക്സ്പ്ലനേഷൻ ഒക്കെ തന്നത് കറക്റ്റാണ്. ഞാൻ ഇതിൽ സിൽവർ സ്റ്റോം പിന്നെ സ്നോയിൽ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സിൽവർ സ്റ്റോമും സ്നോ പാർക്കും. അപ്പൊ അവിടേക്ക് പോയപ്പോ കണ്ണേട്ട അതിലും കറക്റ്റ് വിജയിച്ചു. ഞാൻ ടിക്കറ്റ് നോക്കിയതാണ്. അപ്പൊ മൈക്ക് ഇങ്ങോട്ട് തരൂ. കണ്ട് നോക്കരുത് കേട്ടോ, ഫോൺ കാണിക്കരുത്. അപ്പം കണ്ട രണ്ടാമത്തെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യമാണ് കേട്ടോ. ഇനിയില്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എൻ്റെ ഒരു അടുത്തൊരു ഡ്രീം എന്നൊക്കെ പറയാം. എനിക്ക് ചെയ്യാൻ എനിക്ക് അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇനി നിന്റെ പ്രൊഫഷണൽ ആയിട്ടാണോ? പ്രൊഫഷണൽ ആയിട്ടല്ല, എനിക്കിങ്ങനെ പ്രൊഫഷൻ വെച്ചിട്ട് നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയാം മനസ്സിലായി. ഏത് റൂട്ടാണ് ഉദ്ദേശിച്ചത്? പല റൂട്ടുണ്ട്. ഒന്ന് വർക്കിൻ്റെതായ യൂട്യൂബിൻ്റെതായ രീതിയിലുണ്ട്. നമ്മൾ ചെയ്യണ്ടല്ലോ, നമ്മൾ തുടർന്ന് ചെയ്യുന്നുണ്ട്. അതല്ല, ഇനി എനിക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ഡ്രീം. അടുത്ത ഒരു ഡ്രീം എന്താണ്? അതെ, നിന്റെ അടുത്ത സ്വപ്നം. അടുത്ത എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അടുത്തൊരു സ്വപ്നം വീട് എന്നുള്ളതാണ് അവളുടെ ആഗ്രഹം അല്ലേ? കേട്ടോ നോക്കിട്ടോ. ഞാനെന്തിനാ നോക്കണത്? വീട് വെക്കുന്നത് എന്നാണ് അടുത്തത്. വീട് വെക്കുന്നത് തന്നെയാണ്. പേന എവിടെ? പേനയിൽ കയറിയിരിക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. വീട് വെക്കുന്നത് തന്നെയാണ് കേട്ടോ. എല്ലാം ചെയ്യിച്ചു കഴിഞ്ഞ് ഇന്റെ കാര്യമൊക്കെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യന്, എനിക്കിഷ്ടപ്പെട്ട കളറ്. ബ്ലാക്ക്. കാണാട്ടത് നോക്കി. ഞാനെന്താ നോക്കണേ? എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുന്നേ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും നല്ല കേട്ടോ, ബ്ലാക്ക്. അപ്പൊ ആ ഉത്തരവും കറക്റ്റ് ആണ് കേട്ടോ. നോക്കരുത് കേട്ടോ കണ്ണേട്ടാ. ഇപ്പൊ 4 വിജയിച്ചിരിക്കുകയാണ്. ഞാൻ 5ാമത്തെ പോരട്ടെ. ചോദിക്കട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് പോവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമൊക്കെ പറഞ്ഞല്ലോ. ഇനി പോവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം അതല്ലാതെ എവിടെ ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? അതിപ്പോൾ വീടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസോ, അങ്ങനെ കൂടുതൽ എനിക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം അതൊരു വീടാവാം, ചിലപ്പോൾ ഒരു യാത്ര പോയിട്ടുള്ളൊരു സ്ഥലമാവാം. എനിക്ക് കൂടുതൽ അവിടെയാണ് എനിക്ക് ഇരിക്കാൻ ഇഷ്ടം. പറയാ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കൂടുതൽ ഇരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം
ഒരു 2-3 ആൻസർ ഉണ്ട്. അതിൽ ഒരു ആൻസർ ഞാൻ പറയാം. നല്ലോണം ചിന്തിക്കുക. 2-3 ആൻസർ ഒന്നുമില്ല, ആ ഒരു ആൻസർ എനിക്കുള്ളൂ. അതെ, അതിൽ നിങ്ങളെ തെറ്റാൻ ചാൻസ് ഉണ്ട്. എനിക്ക് എവിടെ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. എവിടെ ഇരിക്കാനാണ്? അതിപ്പോ ചിലപ്പോ വീടായിരിക്കാം, ചില പ്ലേസ് മനസ്സിലായി. ആയിരിക്കാം, മനസ്സിലായി. ചിലപ്പോ വേറെ വല്ല സാഹചര്യങ്ങളിൽ ഇരിക്കാനാവാൻ താല്പര്യം. അത്രേ ക്ലൂ തരുള്ളൂ. നമ്മൾ പുതിയ വീട് വയ്ക്കുമ്പോൾ അവിടെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ശരി തന്നെയാണ്, എനിക്ക് അവിടെ ഇരിക്കാൻ തന്നെയാണ്. പക്ഷെ ഞാൻ എഴുതിയിട്ടുള്ള ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ട എവിടെയാണുള്ളത് അവിടെ, അത് എവിടെയാണെങ്കിലും അങ്ങനെ എനിക്ക് ഇരിക്കാനാണ് നമ്മൾ അങ്ങനൊന്നും ചിന്തിച്ചില്ല കേട്ടോ. അല്ല, ഓവറൊന്നല്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാലും പക്ഷെ ഞാൻ ആ രീതിക്ക് ചിന്തിച്ചില്ല. നമ്മള് ഡയറക്റ്റ് ആയിട്ട് കറക്റ്റ് ആൻസർ ചിന്തിച്ചു. അതായത് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നമ്മള് എന്താ പറയാ, നോർമൽ ആൻസർ ചിന്തിച്ചു. കുഞ്ഞു വളഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് കണ്ണേട്ട എവിടെയാണുള്ളത് അതിപ്പോ എവിടെയാണെങ്കിലും ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പൊ കണ്ണേട്ട ഇപ്പോ വേറെ എവിടെയെങ്കിലും പോവാച്ചെങ്കിൽ ഞാൻ അവിടേക്ക് ഞാൻ ഓക്കെയാണ്. കണ്ണേട്ട എവിടെയാണുള്ളത് അവിടെ ഞാൻ ഓക്കെയാണ്. അതിപ്പോ ഞാൻ ഇപ്പോൾ പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ണേട്ട ഉണ്ടാവുമല്ലോ. അപ്പോൾ കണ്ണേട്ട അവിടെ എനിക്ക് ഓക്കെയാണ്. കണ്ണേട്ട പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. പക്ഷെ കണ്ണേട്ട എവിടെയാണോ, ഇന്ന ഒരു ഉറച്ചൊരു സ്ഥലം എന്നില്ല, കണ്ണേട്ട എവിടെയാണുള്ളത് അവിടെ ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ അതിന് മാർക്കില്ല. അപ്പൊ ഒരു 1/2 മാർക്ക് വേണ്ട, അതിന് വേണ്ട. അത് കറക്റ്റ് ആൻസർ അല്ലല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ എഴുതിയിരുന്നത് കണ്ണേട്ട എവിടെയാണോ അവിടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ എഴുതിയില്ല കേട്ടോ. ഞാൻ ഡയറക്റ്റ് ആൻസർ വരുന്ന ചോദ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ തെറ്റിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോ. നമ്മളിപ്പോൾ കല്യാണത്തിന് മുന്നേ ഇപ്പോൾ പറഞ്ഞു ഒരു 4 വർഷം, കല്യാണം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഒരു 5 വർഷം. ആ ഒരു കാലയളവിൽ എനിക്ക് വിഷമം തോന്നിയിട്ട് ഒരുപാട് വിഷമമുള്ള സാഹചര്യം കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ടും കല്യാണത്തിന് മുന്നേ. അതാണ് ഒരു 4 വർഷം മുകളിലും. അല്ല, മുകളിൽ മീൻസ് കല്യാണത്തിന്റെ മുന്നേ, കല്യാണം കഴിഞ്ഞ 5 വർഷം. ഈ ഒരു കാലയളവിലില്ലേ ഒരുപാട് വിഷമമായിട്ട് ഞാൻ കണ്ണേട്ടനോട് ഷെയർ ചെയ്ത 1-2 കാര്യങ്ങൾ, ഒരുപാട് വിഷമമായിട്ട് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ, കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം. ഒന്ന് പൊന്നിൻ്റെ അമ്മ മരണപ്പെട്ട സമയത്ത് ഷെയർ ചെയ്തതാണ് ഫസ്റ്റ്. കാരണം അത്രയും സങ്കടത്തോട് കൂടിയിട്ട് പറഞ്ഞൊരു സമയമാണ്. അതാണ് ഒന്നാമത്തെ. അത് ശരിയാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ അതന്നെ എഴുതിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ സങ്കടങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നാമത്തെ കറക്റ്റാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയണമെങ്കിൽ ഞാൻ 2 എഴുതിയിട്ടുണ്ട്. 1-2 എന്നാണ് ചോദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഓൾറെഡി കിട്ടി. ഇനി ഒന്നുകൂടി പറയാം. വിഷമമായിട്ട് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നെ കാര്യമായിട്ട് സങ്കടങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം. കഴിഞ്ഞ ഞങ്ങളുടെ ഉത്തരവ് എന്തായാലും ഇത് ശരിയാണ് കേട്ടോ. ഒന്നാമത്തെ ശരിയായില്ലേ? അത് പിന്നെ അറിയാലോ. ഇനി ബാക്കി ഞാൻ പറയട്ടെ. അപ്പൊ ഒന്നാമത്തെ കണ്ണേട്ടൻ പറഞ്ഞത് അമ്മയുടെ മരണം. അതാണ് ഞാൻ കണ്ണേട്ടനോട് ആദ്യമായിട്ട് ഞാൻ വിഷമമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ 1-2 തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഒരെണ്ണം പറഞ്ഞു. അപ്പോൾ ആ ഉത്തരം റേറ്റ് ആണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഒന്നുകൂടി ഞാൻ എഴുതിയിട്ടുള്ളത് പ്രഗ്നൻസിയാണ്. ആ ഒരു സ്റ്റോറി ഇത്രയും കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അത് നമുക്കൊരു സന്തോഷം കൂടി ഉണ്ടല്ലോ ആ സമയത്ത്. നമുക്ക് ധ്യാനോട്ടനെ കിട്ടിയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പം നമുക്കത് സങ്കടം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ആ സമയത്ത് വരില്ല. കാരണം നമുക്ക് അവനെ കിട്ടിയൊരു സമയമാണ്. അപ്പം നമുക്ക് അതിൽ സങ്കടം കൂടി വരില്ല. വേദനകളുണ്ടാവും. പക്ഷെ സങ്കടം തോന്നുന്നില്ല. അല്ല, അത് ശരിയാണ്. സങ്കടം മാത്രമല്ല, പക്ഷെ ഞാൻ ആ വിഷമങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ അവിടെ പോയിട്ടും അവിടെ ഉണ്ടായിട്ടുള്ള ഒരു, കാരണം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, 5 കഴിഞ്ഞു. ഇപ്പൊ 6 കഴിഞ്ഞു. ഞാൻ കൂടുതൽ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ് ജീൻസ്, ടോപ്പ്. അതാണ് അല്ല, അതാണ് പൊന്നു ഇടാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ്, ജീൻസും ടോപ്പും. അത് ഉത്തരം കറക്റ്റ് ആണ്.
ഞങ്ങള് കല്യാണത്തിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നാമത് ഈ ഡ്രസ്സുകളുടെ പേരറിയില്ല, അതാണ് എനിക്ക് പ്രശ്നം. എനിക്ക് കണ്ടറിയാം, പക്ഷെ എനിക്ക് ഡ്രസ്സുകളുടെ പേരുകൾ അറിയില്ല. ആ ഫ്രോക്ക് എന്താ എപ്പോഴും പറഞ്ഞുള്ള നിങ്ങളോട് അത് ഉത്തരം അല്ല, ഒരെണ്ണം പറഞ്ഞ ഞാൻ 2 എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ രണ്ടാമത്തെ എന്താ എഴുതിയത്? രണ്ടാമത്തെ സ്കേർട്ട് ആൻഡ് ടോപ്പ്. അതൊന്നും എനിക്ക് അറിയില്ല പറയാൻ. പാവാടിയും ടോപ്പ് അല്ല, പാവാടിയും ടോപ്പ് എന്ന് പറയാലോ, അങ്ങനെ പറയാം. എന്താ പറയാ. അപ്പൊ അതിനെന്താ വേണ്ടത്? ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എന്ന് ചോദിച്ചല്ലോ, ഡ്രസ്സുകൾ എന്ന് ചോദിച്ചാൽ ഡ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ഒരെണ്ണം കണ്ണേട്ടൻ പറഞ്ഞു, ഞാൻ 2 എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ റെഡി അല്ലേ? ഒന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ചോദിക്കണത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്. നിങ്ങൾക്ക് അതിന് മനസ്സിലായി? അല്ല, ഞാൻ പ്രതീക്ഷിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം ഞാൻ ഫസ്റ്റ് പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം ഞാൻ എഴുതിന്റെ ക്വസ്റ്റ്യൻ. കാരണം നമുക്ക് അതൊക്കെ ഒന്ന് ആലോചിക്കണം. ഞാൻ പറയട്ടെ, മൈക്ക് കണ്ണേട്ടെ അല്ല, ഒരു കണ്ണേട്ടൻ വായ കടിക്കാത്ത എല്ലാം കണ്ണേട്ടന് ഇഷ്ടാണ്. ഉത്തരം പറഞ്ഞു. 2 പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ പറയട്ടെ, ബിരിയാണി ആയിരുന്നു ഇഷ്ടം. ബിരിയാണി ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ കൂടെ കൂടിയതിനു ശേഷം മന്തിയാണ് ഇഷ്ടം. അൽഫാം മന്തിയാണ് പൊന്നിന് ഇഷ്ടം. ബിരിയാണി ആർന്നു, ഇപ്പൊ മന്തി. കറക്റ്റ് ആൻസർ അല്ലേ? അത് ഇത്രയും കറക്റ്റ് ആയിട്ട് ഞാൻ പറയണെങ്കിൽ വിചാരിക്കാൻ നോക്കിയിട്ടുണ്ട് ചേച്ചി. കാരണം കല്യാണത്തിന് മുന്നൊക്കെ പൊന്നൊരു ബിരിയാണി ആയിരുന്നു കൂടുതൽ ഇഷ്ടം. മന്തിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. നമ്മളെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ബിരിയാണി അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള ഷോർട്സിലൊക്കെ നമ്മൾ മന്തി കഴിക്കണതുണ്ട്. ഒരുപാട് വട്ടം മന്തി കഴിക്കണം നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫുഡിന്റെ ഇട്ടിട്ടുണ്ട്, മന്തി കഴിക്കണതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറെ വീഡിയോ ഇട്ടുണ്ട്, എല്ലാം പോയി കണ്ടോളൂ. അപ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ണേട്ടൻ അതുകൊണ്ട് തന്നെയാവും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഞാൻ അതുകൊണ്ട് മനസ്സിലാക്കിയതല്ല, എനിക്കറിയാലോ. ഞാനല്ലേ ഇത് വാങ്ങി കൊടുക്കുന്ന ആള്, എനിക്കറിയാലോ. കണ്ണേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ശരിയാട്ടാ. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യമായിട്ടാ ചോദിക്കണത്. 6ാമത്തെ നോക്കല്ലോ കേട്ടോ. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യമാണ് കേട്ടോ ചോദിക്കണത്. എനിക്ക് കണ്ണേട്ടനിൽ ഇഷ്ടപ്പെടാത്ത കാര്യം. ഞാൻ ആ കാര്യം ചെയ്യുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. എനിക്ക് കണ്ണേട്ടനിൽ ഇഷ്ടപ്പെടാത്ത കാര്യം. കണ്ണേട്ടൻ ആ കാര്യം ചെയ്യുമ്പോൾ ഞാൻ കണ്ണേട്ടനോട് ദേഷ്യപ്പെടാറുണ്ട്. അത് 1 2 ആവട്ടെ കാര്യങ്ങൾ. കണ്ണേട്ടൻ ഒരുപാടുണ്ടല്ലോ വേണം വിചാരിച്ചിട്ടോ. അല്ല, 2-3 കാര്യങ്ങളുണ്ടായില്ല. ഒന്നാമത്തെ കാര്യം 2 ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി ചായയും മിച്ചറും കഴിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഞാനത് എഴുതിയിട്ടില്ല. ഞാൻ ഡെയിലി ചായയും മിച്ചർ, പക്ഷേ ഈ മിച്ചർ എന്ന് പറയുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഡെയിലി ഞാൻ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ശരീരത്തിന് അത് അത്ര നല്ലതല്ല എന്ന് പൊന്നി എപ്പോഴും പറയും, ചായയും കുടിക്കുമ്പോൾ. അത് ശരിയാണ്, ഉത്തരം ശരിയാണ്. പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല. വളരെ ശരിയായ ഉത്തരമാണ്. ഞാനത് ശരിയാണ്, ഞാൻ അത് പറയാറുണ്ടല്ലോ. അത് ഞാൻ പറയണ കാര്യം തന്നെ കേട്ടോ. പിന്നെ 2ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ തോർത്ത് കൊടുത്തിട്ട് അലമാറയിൽ തൂക്കാറുണ്ട്. അത് എപ്പോഴും പറയാറുണ്ട്. അവിടെ എന്തിനാ അവിടെ തൂക്കണം, എൻ്റെ കയ്യിൽ തന്നാൽ പോരെ, അല്ലെങ്കിൽ അവിടെ വെച്ചാൽ പോരെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് 2ാമത്തെ കാര്യം. ഞാൻ എൻ്റെ എളുപ്പം നോക്കിയിട്ടാണ് അവിടെ ഇട്ടിട്ട് പോണത്. ശരിക്കും അതും കറക്റ്റ് ഉത്തരമായിരുന്നു, പക്ഷെ ഞാൻ എഴുതിയിട്ടില്ല. പറഞ്ഞ എൻ്റെ ഉത്തരം പറയും. അപ്പൊ കൊറേ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കൊറേ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ കൂടെ ദേഷ്യപ്പെടാറുണ്ട് എന്ന് ഉദ്ദേശിച്ചു. തോർത്ത് വെക്കണമെങ്കിൽ ദേഷ്യപ്പെടാറൊന്നുമില്ല കേട്ടോ, പക്ഷെ ചായ കുടിക്കേണ്ട കാര്യത്തിൽ ദേഷ്യപ്പെടാറുണ്ട്. തോർത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയാറുള്ളൂ, ജസ്റ്റ് എന്തെങ്ങനെ വെക്കണം അങ്ങനെ പറയാറുള്ളൂ. പക്ഷെ ചായയുടെ കാര്യത്തില് മിച്ചറിന്റെ കാര്യത്തിലും പറയാറുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ 2 ആൻസർ അല്ലാണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെന്താ നല്ല ആലോചിച്ച് നോക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ദേഷ്യപ്പെടാറുള്ള കാര്യം, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം മറന്നത് എന്താന്നറിയോ? ഈ ഫോണും പിടിച്ചിരിക്കും. ഫോണും പിടിച്ചിരുന്നിട്ട് കണ്ണേട്ട ഈ ഭാഗത്തേ ഉണ്ടാവില്ല. അതൊരു കാര്യം. പിന്നെ 2ാമത്തെ എഴുതിയത് ഈ ഒതുക്കി വെച്ച സാധനങ്ങൾ വലിച്ചിടുന്നത്. അലമാരിയിലെ ഷെൽഫിന്റെ സാധനങ്ങൾ എനിക്ക് അത് ഭംഗിയിൽ തന്നെ ഇരിക്കണം, അത് വലിച്ചിടും. ഇത് യൂസ് ചെയ്യാനുള്ളതല്ലേ, നമുക്കത് എടുക്കണ്ടേ? ഭംഗിയിൽ വെച്ചാൽ മതിയോ? ആ 2 ഞാൻ നോക്കണ്.
ആ രണ്ടെണ്ണമാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണ്ണേട്ടൻ പറഞ്ഞതിൽ ഒരെണ്ണം കറക്റ്റാണ്. ഒന്ന് ഞാൻ ദേഷ്യപ്പെടാറില്ല. ഒന്ന് ചായയുടെ കാര്യത്തിൽ പറയാറുണ്ട്. മറ്റേത് ഞാൻ ദേഷ്യപ്പെടല്ല, ജസ്റ്റ് പറയാറുള്ളൂ, അങ്ങനെ ചെയ്യണ്ട അങ്ങനെ പറയാറുള്ളൂ. അപ്പൊ അതിന് എന്താ വേണ്ടത്? എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരെണ്ണം ശരിയായിട്ടുള്ളൂ. അപ്പൊ അര മാർക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. അത് ശരിയായ കാര്യമായതുകൊണ്ട് ഞാൻ അര മാർക്ക് തരണം. ഇതൊന്ന് പിടിക്കൂ, ഞാൻ റേറ്റ് ഇട്ടട്ടെ. പേന ഇവിടെ ഇനി 10ാമത്തെ ചോദ്യമല്ലേ കുഞ്ഞോ? നമ്മുടെ ടാസ്ക് കഴിയാറായി. ഇനി അത് കഴിഞ്ഞ് എൻ്റെ ചോദ്യങ്ങൾ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കണത്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേടിയുണ്ടോ? എന്തിനാ പേടി? ഇത്ര നേരം ഇല്ലാത്ത പേടി എന്തിനാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യണ ആളെ തന്നെയാണ്. കണ്ണട മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങി തരാറുണ്ട്. ഞാൻ കൂടുതൽ കണ്ണേട്ടനെ കൊണ്ട് വാങ്ങിപ്പിക്കണ ഒരു ഐറ്റം. കൂടുതൽ വാങ്ങിപ്പിക്കണത് കമ്മലാണ് വാങ്ങിക്കണേ. സ്വർണ്ണത്തിൻ്റെ അല്ല കേട്ടോ, ഗോൾഡ് അല്ല, മറ്റേ ഫാൻസി. തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫാൻസിയാണ് അത്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫാൻസി ഐറ്റമിനോടാണ് കൂടുതൽ താല്പര്യം. അതിൽ കമ്മൽ. അപ്പോൾ കമ്മലാണ് ഞാൻ കൂടുതലും കണ്ണേട്ടനോട് വാങ്ങിപ്പിക്കണത്. അപ്പോൾ അതും കറക്റ്റാണ് കേട്ടോ. ഇനി കണ്ണേട്ടതൊന്ന് പിടിക്കുക, ഞാൻ എത്ര മാർക്കാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 നിക്ക് 8 അല്ല 7.5. ഇങ്ങനെ 1 2 3 4 5 6 7. ഒന്ന് ശരി ഒന്ന് അരി. രണ്ടെണ്ണല്ലേ ഉത്തരം പറഞ്ഞേ, ഒന്ന് ശരി ഒന്ന് തെറ്റി. ഇല്ല, കണ്ണേട്ട ഇതിൽ ഒരു ഉത്തരാണ് പറഞ്ഞത്, അതിൽ ഒന്ന് തെറ്റി. അപ്പൊ അര മാർക്ക് ഇതിന്. അപ്പൊ നമുക്ക് 1 2 3 4 5 6 7 7.5 8.5 മാർക്ക്. 1.5 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടില്ല 10ൽ. അപ്പോൾ നമ്മുടെ കണ്ണേട്ടന് എന്താ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 10ൽ. വേറെ ആരും കൈയടിക്കല്ലേ, ഞാൻ തന്നെ കൈയടിച്ചു. എനിക്ക് ആദ്യമായിട്ടാണ് പോലും 10ൽ 8.5 കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, ഈ ചലഞ്ച് മുന്നേ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വേറൊരാൾ വലിയ വലിയ ഇന്റർവ്യൂ ചെയ്യണ ആള് നമ്മളോട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുകയും ചെയ്യുക. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും പരസ്പരം, വേറെ മൂന്നാമതൊരാളില്ല, പിന്നെ ധ്യാനൊട്ടനെ ആയിട്ടും ഇല്ല. അപ്പൊ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 10ൽ 8.5 മാർക്ക്. എനിക്കിതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ആദ്യം തന്നെ ഞാൻ സിമ്പിൾ ചോദ്യമാണ് ചോദിക്കാൻ പോണത്. മനസ്സിലാവില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. എനിക്ക് സിമ്പിളാണ്. എവിടെ ബുക്ക് വേണം മേലെ വെച്ചിട്ട്? വേണ്ട ശരി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അറിയില്ലേ? ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, കണ്ണായിട്ട് ഒരുമാതിരി എല്ലാ ഫുഡും കണ്ണായിട്ടിന് കഴിക്കലുണ്ട്. അത് ശരി, ഞാൻ എല്ലാ ഫുഡും അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം കഴിക്കും. കൂടുതൽ എനിക്ക് തോന്നുന്നു പൊറാട്ട ബീഫൊക്കെ കഴിക്കാറുണ്ട്. മന്തി, എൻ്റെ പോകുന്നൊരു മന്തി കഴിക്കാറുണ്ട്. പിന്നെ ചായ മിച്ചറ് വേണം. അപ്പം അതൊക്കെയാണ് എനിക്ക് കഴിക്കണത്. ചിക്കനൊക്കെ കഴിക്കണ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ കാളൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 2 3 ഒരുപാടുള്ള കാരണം കേട്ടോ പറയണത്. ഇനി പറയണ്ട, കാരണം കുറെ പറഞ്ഞില്ലേ. ഇനി കുറെ പറഞ്ഞതിൽ ഏതെങ്കിലും ഉണ്ടാവില്ലേ? 2 എണ്ണം പറയും. ഇപ്പൊ ഈ പറഞ്ഞതിൽ 2 എണ്ണം, ബീഫും പൊറാട്ടയും. ഒന്നെങ്കിൽ ചായ മിച്ചറ്, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വന്നിട്ട് മന്തി. ഇത് കൺഫ്യൂഷനാണ് എനിക്ക്. അപ്പോൾ മന്തി എന്നുള്ളത് മാത്രം ശരിയായിട്ടുണ്ട്, അൽഫാം മന്തി. അപ്പോൾ അതിന് നമ്മളൊരു 1/2 മാർക്ക്. അപ്പോൾ നിങ്ങൾ പൊറോട്ടയും ബീഫും കഴിക്കും. പിന്നെന്താ? പക്ഷെ ഞാനത് എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാനും ബിരിയാണി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കഴിക്കില്ലോ. അല്ല അതെല്ലാം ഫസ്റ്റ് എൻ്റെ പൊന്നിന് 1/2 മാർക്കാട്ടാ കിട്ടിയിരിക്കുന്നത്. കാണട്ടെ, എല്ലാം കഴിക്കണ കാരണമാണ്. ഞാൻ ചിലപ്പോൾ ഇനി ഉത്തരങ്ങൾ പറഞ്ഞ ബിരിയാണിയും പറയും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, ഇനി നടക്കാൻ ഉള്ള സ്വപ്നം എന്തായിരിക്കും? ഈ വീട്. വേറെന്തെങ്കിലും ഉണ്ടോ? ഇനി നടക്കാൻ സ്വപ്നമാണ് കണ്ണേട്ടൻ്റെ ഡ്രീം. ഇനി നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോ. അല്ല, എൻ്റെ സ്വപ്നം അത്രേ ഉള്ളൂ. പറയാൻ ഒരെണ്ണം ശരിയുണ്ടല്ലോ. എനിക്ക് അതുപോലെ ഒരെണ്ണം ശരിയായി കഴിഞ്ഞാൽ 1 മാർക്ക് തന്നിട്ടുണ്ടല്ലോ.
വീട് വെക്കണത് ഉണ്ട്. പിന്നെ ഇത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല, പറയാത്തതാണ്. പക്ഷെ നിനക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, നീ പറഞ്ഞു. ധ്യാനുട്ടന് നല്ലൊരു എന്താ പറയാ, നല്ല പഠിപ്പ് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. കറക്റ്റായി കേട്ടോ. കാരണം ഞാൻ ഇതൊരു പറയാത്തൊരു കാര്യമാണ്. കാരണം ധ്യാനോട്ടിൻ്റെ വിദ്യാഭ്യാസം നമുക്കറിയാം, പരസ്പരം അങ്ങോട്ട് അറിയാമെങ്കിലും നമ്മൾ അതിനെ പറ്റിയൊരു ടോപ്പിക്ക് കൂടുതലും ഉണ്ടായിട്ടില്ല. രണ്ടാമത് ധ്യാനോട്ടിൻ്റെ വിദ്യാഭ്യാസം, വീട്, അപ്പം അത് ഫുൾ മാർക്ക് കിട്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത പക്ഷെ ചോദിക്കട്ടെ. ആ ഒരു ആഗ്രഹം ശരി തന്നെയാട്ടാ. അല്ല നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടാത്തത് അവനും എല്ലാം നമുക്ക് അവൻ്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ സ്കൂളിൽ പോടാ പറഞ്ഞാൽ അപ്പം ഞാൻ പോണില്ല പറഞ്ഞിട്ട് ഫുള്ള് മടിയാണ് കേട്ടോ. അല്ല, എന്നാലും അവന് കുറച്ച് കൂടുതലുള്ള പോലെയൊക്കെ തോന്നിയിട്ട്. കാരണം അങ്ങനെ മടിക്കും അധികം പോയിട്ടില്ല. സ്കൂളിലേക്ക് ഇനി പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് അറിയില്ല. ഈ പ്രാവശ്യം ചേർക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് ടൈപ്പ് ഡ്രസ്സാണ് പുറത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം? ഇപ്പോഴാണോ അതോ മുന്നെയാണോ? ഇപ്പോഴും മുന്നേക്ക് ഒറ്റ ആൻസറേ ഞാൻ എഴുതിയിട്ടുള്ളൂ. സത്യം പറയാൻ ഞാൻ കണ്ണട ഇട്ടിട്ട് കണ്ടിട്ടുള്ളത് ഷർട്ടും പാൻറ്റുമാണ് ഞാൻ കൂടുതലിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് ഓട്ടോയിലൊക്കെ പോണ കാരണം ഇപ്പൊ ചൂടുകാലമായ കാരണം കൂടുതലും മുണ്ടെടുക്കുന്നുണ്ട്. അപ്പോ എനിക്ക് അത് ശരിയാട്ടോ. ഞാൻ ആദ്യം മുണ്ടും ടീഷർട്ടും എഴുതണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പാൻറ്റ് ഷർട്ട് എഴുതി. കാരണം നമ്മൾ കൂടുതലും പുറത്തേക്ക് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മുമ്പ് നമ്മൾ പാൻറ്റ് ഷർട്ട് ഇട്ടാണ് പോകുക. അപ്പോൾ ഞാൻ അതാണ് എൻ്റെ ആൻസർ എഴുതിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരി ഉത്തരം. ഇപ്പൊ പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആയ കാരണം വണ്ടിയിലൊക്കെ പോണ കാരണം കണ്ണടം കൂടുതൽ മുണ്ടാണ് യൂസ് ചെയ്യണത് കേട്ടോ. അടുത്ത ചോദ്യത്തിൽ ഞാൻ എനിക്ക് രണ്ട് വാക്ക് അറിയുണ്ടാവും. അതിൽ മൂന്നാമത്തെ ഒരു വാക്ക് എനിക്ക് അറിയില്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് മൂന്നും കേട്ടിട്ട് ഞാൻ അതിൽ ഏതാണെന്ന് നീ പറയണം. ഞാനൊരു ഇൻട്രോവേർട്ടാണോ, എക്സ്ട്രോവേർട്ടാണോ, അംബിവേർട്ടാണോ? അംബിവേർട്ട് എന്താണെന്നറിയോ? അംബിവേർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും ഇടയിൽ നിൽക്കുന്ന ഒരാളാണെന്നാണ് അംബിവേർട്ട് എന്ന് പറയുന്നത്. അതായത് ചിലപ്പോൾ നല്ല സോഷ്യലായിട്ട് അടിപൊളിയായിട്ട് സംസാരിക്കും, ചിലപ്പോൾ തീരെ സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ്. അതാണ് അംബിവേർട്ട്. ഏത് ഇതിൽ മൂന്നിൽ ഏതാണ്? അതെ, ഈ മൂന്നാമത് പറഞ്ഞ രണ്ടിന്റെ നടുവിൽ നിൽക്കുന്നത്. ഒരുപാട് നന്നായി സംസാരിക്കണം കേട്ടിട്ടില്ല, എന്നാ ഒന്നും സംസാരിക്കാത്ത രണ്ടിന്റെ നടുവിൽ കിടക്കുന്ന ഈ മൂന്നാമത്തെ സാധനം അംബിവേർട്ടാണ്. ഞാൻ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ, അംബിവേർട്ട്. ഞാൻ പ്രത്യേകം അത് എഴുതാൻ കാരണം ഞാൻ അതിൽ പെട്ട ഒരാളാണ്. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ്, എനിക്ക് ആദ്യം ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കിത് മനസ്സിലായത്. ഈ 3 സംഭവങ്ങളുണ്ട് ലോകത്ത്, ഇങ്ങനെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് എനിക്ക് പിന്നീട്ടാണ് മനസ്സിലായത്. അപ്പോൾ അത് ശരി ഉത്തരമാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്, അതായത് നമ്മുടെ നാട്ടിൽ, പുറത്ത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ ഒറ്റപ്പാലം ഭാഗത്ത്, നമ്മുടെ പാലപ്പുറം ഒറ്റപ്പാലം ഭാഗത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. ഇപ്പോഴത്തെ കാര്യമാണോ അത് മുന്നെയാണോ? എപ്പോഴായാലും മുന്നേ ഒക്കെ നീ പറഞ്ഞു. ഒറ്റ ഉത്തരേ ഉള്ളൂ. എനിക്ക് രണ്ടുത്തരണ്ടേ. ഒന്നെങ്കിൽ വീട്, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കാവുപറമ്പ്. അത് തണവൊക്കെ ഉള്ള കാരണം ഒന്നെങ്കിൽ വീട്, നമ്മൾ ഫാമിലിയായിട്ട് ഇരിക്കേണ്ട വീട്, അല്ലെങ്കിൽ കാവുപറമ്പ്. ശരി കേട്ടോ, ഉത്തരം കാവുപറമ്പാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊരു സ്ഥലം ഞാൻ എഴുതിയത്. കാരണം ഇപ്പോൾ നല്ല ചൂടൊക്കെ അല്ല. അപ്പോൾ വൈകുന്നേരത്ത് ഞാൻ കാവുപറമ്പിൽ പോയിരിക്കണം. അവിടെ നല്ല തണുപ്പാട്ടോ, നല്ല കൂളിംഗ് ആണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടിരിക്കും. അപ്പോൾ കാവുപറമ്പ് ശരി ഉത്തരം. പിന്നെ എത്ര ശരിയാക്കി ഇപ്പോൾ? 1 2 3 4 5 ഇത്ര 5 ശരിയാണ് കേട്ടോ. ഒരെണ്ണത്തിന് ആരെയില്ല ഉണ്ടായിരുന്നുള്ളൂ. അതിനാരാ അത് എഴുതിയിട്ടുണ്ട് ഫുഡിൻ്റെ. ബിരിയാണി എന്തൊക്കെ പറയാൻ ആലോചിക്കും. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട കാരണമായിരിക്കും. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക്. കൂടുതൽ ഇഷ്ടം ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ. ഞാൻ എഴുതിയ ഉത്തരം ബ്ലാക്ക് വൈറ്റ്. ഇപ്പോൾ ബ്ലാക്ക് പറഞ്ഞിട്ട് അപ്പോൾ ശരി ഉത്തരമാണ് ബ്ലാക്ക് വൈറ്റ്. അപ്പോൾ വൈറ്റ് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വൈറ്റും ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കൂടെ എഴുതിയിട്ടോ. ഷർട്ടിൻ്റെ കാര്യം മാത്രമല്ല, എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ വൈറ്റ് ഇടാനൊക്കെ ഇഷ്ടമാണ്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വൈറ്റും ഇഷ്ടമാണ്. കാരണം വൈറ്റ് ടീഷർട്ടൊക്കെ എനിക്ക് കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബ്ലാക്ക് പറയാൻ കാരണം വെച്ചാൽ കണ്ടിട്ടിൽ കൂടുതൽ ബ്ലാക്കുമായിട്ട് ഉള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ക്യാപ്പ് വാങ്ങിയപ്പോൾ അതും ബ്ലാക്കാണ് വാങ്ങിയത്. കൂടുതൽ കണ്ട ബ്ലാക്ക് തന്നെയാണ്, കൂടുതലും ബ്ലാക്ക് തന്നെയാണ്. പക്ഷെ വൈറ്റ് എനിക്ക് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ നാട്ടിലത്തെ കാര്യമാണല്ലോ ചോദിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളൊരു സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇഷ്ടമുള്ളത് കണ്ണട്ടിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല കേട്ടോ.
പറയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ നോക്കിയെടുക്കുക. ബൈക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വെച്ചോ, അല്ലെങ്കിൽ നീ പറഞ്ഞത് കേൾക്കില്ല. ഇനി പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥല ക്ലൂ വേണോ? കാരണം ഞാൻ ഇവളോട് ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ എനിക്ക് പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം പറഞ്ഞാൽ അങ്ങനെ ആ ഞങ്ങൾ ടോപ്പിക്കിനെ പറ്റി ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടോ? കൂടുതൽ ടോപ്പിക് അങ്ങനെ ഉണ്ടായിട്ടില്ല തോന്നുന്നു. നമ്മൾ ആ ടോപ്പിക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനൊരു ക്ലൂ കൊടുക്കണം കേട്ടോ. തണുപ്പുള്ളൊരു സ്ഥലമാണ്. ഇവിടേക്കാ ഊട്ടിക്കോ? ഊട്ടി മണാലി ഇതിലൊന്നും അറിയും. ഊട്ടിക്കാവും. ഊട്ടി ഉറപ്പിച്ചോ? ഊട്ടിയാവും. അപ്പോൾ ഊട്ടി ശരി ഉത്തരമാണ് കേട്ടോ. ഞാൻ എഴുതിയത് ഊട്ടി എന്നാണ്. അപ്പോൾ ഞാൻ ക്ലൂ കൊടുത്തിട്ടാണ്, എന്നാലും നമുക്കത് അംഗീകരിക്കാം. കാരണം ഞങ്ങൾ അതിനെ പറ്റി ഒരു സംസാരം അധികം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല. ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രിങ്ക്, അതായത് ഞാൻ ഇത് പറഞ്ഞുതരാം. ചായ, കാപ്പി, ഷെയ്ക്ക്, ജ്യൂസുകൾ, അതായത് മുന്തിരി ജ്യൂസ്, അങ്ങനത്തെ ഒരു ജ്യൂസുകൾ, പിന്നെ ലൈം, അതിലേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചായ, കാപ്പി, ഷെയ്ക്ക്, ജ്യൂസുകൾ. ഇങ്ങനത്തെ കാപ്പി ഇഷ്ടമാണ്, ഷെയ്ക്ക്. ഇത് രണ്ടിലേലും ഒന്ന് ഉറപ്പാണ്. കാപ്പി അല്ലെങ്കിൽ ഷെയ്ക്ക്. ചായ ഒന്നുമല്ല, ചായ ഒക്കെ കുടിക്കലുണ്ടെങ്കിൽ പോലും കൂടുതൽ കാപ്പി അല്ലെങ്കിൽ ഷെയ്ക്ക്. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാവാനാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഷെയ്ക്ക് കുടിക്കാനാണ് കൂടുതലും ഇഷ്ടപ്പെടുക. വീട്ടിലുള്ള സമയത്ത് ചായ കുടിക്കെങ്കിൽ കൂടുതലും കാപ്പിയാണ് എന്നോട് പറയാറ്. പറന്നു പോവാട്ടോ. എന്താണ് ഞാൻ നോക്കണില്ലടോ. അപ്പോൾ അതിൽ കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ശരി ഉത്തരമാണ് പറഞ്ഞത്. ഷെയ്ക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്. അടുത്ത 9ാമത്തെ ചോദ്യമാണ് കുഞ്ഞു. അപ്പോൾ അത് ടിക്ക് എടുത്തേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം. മൈക്ക് അങ്ങോട്ട് വെച്ചാൽ കേൾക്കില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷനെ പറ്റിയിട്ടുള്ളതാണ് കൂടുതൽ. ഓട്ടോറിക്ഷ അങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ, പിന്നെ ഇപ്പോൾ ഈ അടുത്തായിട്ട് എന്നോട് പറഞ്ഞു സൈക്കിൾ ചവിട്ടണം. സൈക്കിൾ ചവിട്ടാൻ ആഗ്രഹമുണ്ട്, സൈക്കിൾ വാങ്ങണം. കാരണം ധ്യാനോട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ പെങ്ങളുടെ കുട്ടിക്കൊക്കെ സൈക്കിൾ വാങ്ങിയ സമയത്ത് നമുക്കത് കാണുമ്പോൾ എന്താ പറയുക, സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടണം എന്നുള്ളൊരു മോഹം. സൈക്കിൾ രീതിയുണ്ട്. രണ്ട് രീതിയുണ്ട്, ഓട്ടോറിക്ഷ, സൈക്കിൾ കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇത് പറഞ്ഞില്ല. അല്ല, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതൊക്കെ ഓട്ടോറിക്ഷയുടെ കാര്യം എന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ അങ്ങനെ ചെയ്യണം. അപ്പോൾ അതിനോട് ഒരു പ്രത്യേക ഇഷ്ടമായിട്ടായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ സൈക്കിളിൻ്റെ കാര്യം ഇപ്പോൾ ഒരു മാസം മുന്നേനല്ലേ പറഞ്ഞു? ധ്യാനോട്ടന് സൈക്കിൾ വാങ്ങിയതിന് ശേഷമാണ് പറഞ്ഞത്. ഒരു മാസമായിട്ടില്ലേ? ഒരു മാസമായി. ആ ഒരു സമയത്താണ് പറഞ്ഞത്. സൈക്കിൾ ഓടിക്കാൻ തോന്നുന്നു. സൈക്കിള് നമ്മൾ അവിടെ പോയപ്പോഴും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചോദിക്കട്ടെ അടുത്തത്. അപ്പോൾ അത് ശരി ഉത്തരം കേട്ടോ. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. പിന്നെ ഞാനെന്ന വ്യക്തിയെ ഒരു 2 വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്താ പറയുക? അത് ഞാനെന്ന വ്യക്തി ഒരു 2 വാക്കിൽ നിന്റെ കാഴ്ചപ്പാടിൽ എന്താണ്? എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? അതാണ് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാടില്ലല്ലേ? അത് നിനക്ക് എന്നെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? നിനക്ക് എന്നെ മനസ്സിലായത് എങ്ങനെയാണ്? ഞാനെന്ന വ്യക്തി എങ്ങനെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പാവമായിട്ട് അല്ല. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് അത്ര പെട്ടെന്ന് വരണ ഒരു ദേഷ്യമാണ്. പക്ഷെ മനസ്സിൽ ഒരുപാട് വൈരാഗ്യമൊക്കെ വെച്ചിട്ട് ദേഷ്യപ്പെടണമല്ല, പെട്ടെന്ന് വരണ ഒരു ദേഷ്യമാണ്. ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, കാര്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ലേ, 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, അമ്മയും പറയാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, പിന്നെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ കാര്യത്തിൽ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ സാഹചര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെയാണോ കണ്ടിട്ട് ഉത്തരം പ്രതീക്ഷിക്കണത്? 2 വാക്കിൽ പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു എക്സൈ എഴുതണ പോലെ 2 വാക്ക്. അങ്ങനെ 2 വാക്കിൽ പറയാൻ പറ്റില്ല. 2 വാക്കുള്ളത് പറയും, ബാക്കി അവിടെ നിന്നോട്ടെ. 2 വാക്കിലുള്ള കാര്യം പറയും. എക്സൈ എഴുതണ പോലെ എഴുതണ്ട. ഏത് സാഹചര്യത്തിലും ആക്കാൻ പറ്റുന്ന ഒരാളാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. രണ്ടാമത്തെ, നമ്മളെ ഒരുപാട് കെയർ ചെയ്യണ ഒരാളാണ്. ഇതാണ് എനിക്ക് തോന്നിയ കാര്യം. ഇനിയും കാര്യങ്ങൾ കേട്ടാ, ഞാൻ പറയാച്ചെങ്കിൽ ഇനിയും പറയും. എനിക്ക് തോന്നിയ കാര്യങ്ങൾ 2 ഞാൻ എഴുതിയിട്ട് വായിച്ചു കൊടുത്തോ. ഇത് പിടിച്ചേ. എന്നെ 2 വാക്കി പറയാൻ വേണം. പാവം, കുടുംബസ്നേഹി.
എന്താ ശരിയല്ലേ? ശരി, പാവന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഈ പാവല്ല, പാവല്ലേ? പാവാണ്. പക്ഷെ അല്ലാതെ അതിപ്പോ എനിക്കും പറയല്ലോ, ഞാൻ പാവാണ് പക്ഷെ ഞാൻ ദേഷ്യപ്പെടും. അങ്ങനെ എല്ലാ ഫീലിങ്സും എല്ലാ മനുഷ്യനും ഉണ്ടാവുമല്ലോ. അപ്പൊ പാവവും ആണ്. ഉം, രണ്ടാമത്തെന്താ? കുടുംബസ്നേഹി. അല്ലേ? കുടുംബസ്നേഹി തന്നെയാണ്. എത്രയൊക്കെ പുറത്തു പോയി കളിച്ച് ചിരിച്ച് നടന്നാലും കുടുംബം എന്നുള്ളത് ഒരു മെയിൻ ഘടകമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അത് ശരി തന്നെ കേട്ടോ. പക്ഷെ ഇത്രയ്ക്ക് ഒരു അപ്പൊ നിന്റെ പ്രൊഫഷണലായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞില്ല അപ്പൊ എന്നുള്ളൂ. നിന്റെ ഉത്തരം തെറ്റാണ്. ഞാൻ ലാസ്റ്റ് ചോദ്യത്തിൽ പ്രൊഫഷണൽ ആക്കിയതാണ്. ആ ഉത്തരം തെറ്റിട്ടോ. പാവന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേഷ്യപ്പെട്ടാലും പാവെന്ന് പറഞ്ഞു. അപ്പൊ വേണ്ട വേണ്ട വേണ്ട. ശരി വേണ്ട. നിങ്ങളെന്നെയാവും നീ ജയിച്ചിട്ടുണ്ടാവുക. മാർക്ക് വെക്കട്ടെ. പിന്നെ ഞങ്ങൾ പറയണം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യം കാരണം ഞങ്ങൾക്കും കൂടി ഈ ചോദ്യം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കും കൂടി അറിയണം എന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഇതിൽ ഒരു കള്ളത്തരങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. രണ്ടാൾക്കും ഞാൻ എന്നെ പറഞ്ഞാണ് വന്നത്. നീ ഒന്ന് നോക്കിയത് ഇത് അരമാർക്കാണ്. ആരവിടെ അവിടെ നിൽക്കുന്നത്? 1 2 3 4 5 6 7 7 8 8 ഇത് തെറ്റാണ് പറഞ്ഞത്. 8.5 8.5 അതിലും പൊരുത്തം. ഇതിലും ഞങ്ങൾ നല്ല പൊരുത്താണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ 8.5 മാർക്ക് പൊന്നൂനും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതല്ല കേട്ടോ, രണ്ടാൾക്കും ഒരേപോലെ അഡ്ജസ്റ്റ് ചെയ്തതല്ല, അങ്ങനെ കിട്ടിയത് കേട്ടോ. പിന്നെ ആരെയൊന്നും വേണ്ടായിരുന്നു എനിക്ക് തോന്നി അരമാർക്കിന്റെ പരിപാടി. അല്ല, അത് ചിലതില് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ, ചിലത് നമ്മൾ കൂടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കാണേണ്ടം പറയുമ്പോൾ അതും ശരിയാണല്ലോ എന്ന് തോന്നിപ്പോണ ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഞങ്ങളെ കുറിച്ച് ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾക്ക് മനസ്സിലായ പോലെ നിങ്ങൾക്കും കുറച്ചൊക്കെ ഞങ്ങളെ കുറിച്ച് ഇപ്പോൾ മനസ്സിലായിണ്ടാവും. ഞങ്ങൾ എന്താണ്, ഞങ്ങൾ എങ്ങനെയാന്നുള്ളത്. കാരണം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസം തന്നെയാണ് കേട്ടോ കണ്ണേട്ടൻ്റെ മനസ്സിൽ. എന്നാലും നമ്മളിനി ഉത്തരം തെറ്റി പറയുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ നമ്മൾ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം ഞങ്ങളെ തന്നെ എത്ര മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്, കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. കേൾക്കില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിണ്ടാവും എന്ന് വിചാരിക്കണു. നമ്മളും ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കൂടുതലായിട്ട് കാണണം. എന്തായാലും സന്തോഷം. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചു ഒരു തേങ്ങയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.